പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ, കനത്ത സുരക്ഷ, അതിനിടയിലേക്ക് പെപ്പർ സ്പ്രേയുമായിട്ട് ഒരു യുവാവ്. തിരുവനന്തപുരത്ത് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ അരങ്ങേറിയത് അത്യന്തം നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു. ഇന്നലെ വൈകിട്ട് 5:30 കരമന കൽപ്പാളയം ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ സുരക്ഷാ ആശങ്കയുണ്ടായത്. ബോംബ് സ്ക്വാഡ് നടത്തിയ കർശന പരിശോധനയ്ക്കിടയിലാണ് ഒരു യുവാവിന്റെ കയ്യിൽ നിന്ന് പെപ്പർ സ്പ്രേ കുപ്പി കണ്ടെത്തുന്നത്. റോഡ് ഷോ നടക്കുന്ന വഴിയിൽ ഇത്തരമൊരു സാധനവുമായി ഒരാൾ നിന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ശരിക്കും ഞെട്ടിച്ചു. കാരണം ഈ പെപ്പർ സ്പ്രേ എന്ന് പറയുന്നത് ആത്മപ്രതിരോധത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അറ്റാക്കിംഗ് വെപ്പൺ ആണല്ലോ. ഉടൻ തന്നെ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് കരമന പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. എന്നാൽ താൻ എന്തിനാണ് പെപ്പർ സ്പ്രേ കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് യുവാവ് നൽകിയ വിശദീകരണത്തിലാണ് ചെറിയൊരു കൗതുകം ഒളിഞ്ഞിരിക്കുന്നത്. തന്റെ സഹോദരിക്ക് നൽകാനായി കൊണ്ടുവന്നതാണ് ഈ സ്പ്രേ എന്നാണ് ഇയാൾ പോലീസിനോട് ചോദ്യം ചെയ്യലിനിടയിൽ പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് തന്നെ ഇത് സഹോദരിക്ക് കൊടുക്കാൻ കൊണ്ടുവരണമായിരുന്നോ എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ അത് ചോദിച്ചിട്ടുമുണ്ടായിരിക്കും. എന്നാൽ അതിനെ പറ്റിയുള്ള കൂടുതൽ വിശദീകരണങ്ങൾ ലഭ്യമല്ല. എന്തായാലും യുവാവിന് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യം ഇപ്പോൾ പോലീസ് ഗൗരവമായി പരിശോധിച്ച് വരികയാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ തലസ്ഥാനത്തെ BJP ക്യാമ്പിന് വലിയ ആവേശം പകരാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയത്. 1 മണിക്കൂർ നീണ്ടുനിന്ന ഈ ഒരു റോഡ് ഷോ തിരുവനന്തപുരം നേമം മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന കരമന ഭാഗത്തൂടെ ആയിരുന്നു കടന്നുപോയത്. VVIP സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറ്റവും കർശനമാക്കിയിട്ടുള്ള ഒരു പരിപാടി കൂടിയായിരുന്നു ഇത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. തലസ്ഥാനത്ത് വൻ മുന്നേറ്റം ലക്ഷ്യമിടുന്ന BJPയുടെ നിർണായക നീക്കങ്ങളുടെ ഒരു ഭാഗമായിരുന്നു ഈ റോഡ് ഷോ എന്ന് പറയുന്നത്. വലിയൊരു നിര നേതാക്കളും ഈ സമയം പ്രധാനമന്ത്രിക്ക് ഒപ്പം തന്നെ അണിനിരന്നിരുന്നു. നേമത്തെ സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന V മുരളീധരൻ, വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി R ശ്രീലേഖ, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കരമന ജയൻ എന്നിവരെല്ലാം തന്നെ മോദിക്കൊപ്പം ഈ രഥയാത്രയിൽ ഉണ്ടായിരുന്നു, ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. 100 കണക്കിന് പ്രവർത്തകരാണ് ഈ സമയം റോഡിന് ഇരുവശവും തടിച്ചുകൂടിയത്. പ്രവർത്തകർക്കൊപ്പം ജനങ്ങളും ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ജനക്കൂട്ടത്തിനും നേതാക്കൾക്കും ഇടയിലാണ് ഈ ഒരു പെപ്പർ സ്പ്രേ കുപ്പി സുരക്ഷാ സേനയുടെ കണ്ണിൽപ്പെട്ടത് അതൊരു വലിയൊരു അപായ സാധ്യതയാണ് ഒഴിവാക്കിയത്. കാരണം നമ്മുടെ സുരക്ഷാ സേനയുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു ജാഗ്രത കൂടി ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പെപ്പർ സ്പ്രേ പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും സഹോദരിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണെന്ന യുവാവിന്റെ വാദം പോലീസ് പൂർണ്ണമായിട്ടും മുഖവിലേക്ക് എടുത്തിട്ടില്ല. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ എല്ലാ കോണുകളിൽ നിന്നും അന്വേഷണം ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ഈ പെപ്പർ സ്പ്രേ സംഭവം തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ പുകച്ചിൽ ഒട്ടും തന്നെ ചെറുതല്ല. വരും ദിവസങ്ങളിൽ പ്രചാരണ വേദികളിലെ സുരക്ഷ കൂടുതൽ കർശനമാക്കാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്.